ഞാൻ ഉമർ അബ്ദുസ്സലാം എന്ന് പറഞ്ഞ ആളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യാറുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റെലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകളായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ കോഴ്സിനെ കുറിച്ച് അറിയുന്നത്. ഇങ്ങനെ ഇഡാപ്റ്റ് ഈ ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. ഏകദേശം GPT ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തായിട്ട് 22 ആണെന്ന് എൻ്റെ ഒരു ഓർമ്മയിൽ, 22 കഴിഞ്ഞ ഒരു ഉടനായിട്ട് തന്നെ ഞാൻ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നല്ല കോഴ്സാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരാൾക്കും ഈസിലി ആക്സസ് ചെയ്യാനും മനസ്സിലാവാനും പറ്റുന്ന രീതിയിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മെൻറ്റേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വെബിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. ഞാൻ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലാണ് ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം ഈ ഒരു AI ടൂളുകൾ, AI ജനറേറ്റീവ് AI ടൂളുകളാണെന്നുണ്ടെങ്കിലും എത്രത്തോളം കമ്പനിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ജോയിൻ ചെയ്യുന്നത്. അതിപ്പോൾ അറ്റ് പ്രസൻ്റ്ലി കോഴ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല രീതിയിലേക്ക് തന്നെ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ നമ്മുടെ HR സൈഡിലാണെങ്കിൽ സ്റ്റാഫിന് കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡിസൈനിങ് മേഖലയിലാണെങ്കിൽ ഒരുപാട് AI ടൂളുകൾ വരുന്നുണ്ട്. അതുപോലെ കണ്ടന്റ് റൈറ്റിംഗ്, വീഡിയോ ക്രിയേഷന്. സോ നമുക്ക് അവർക്ക് സ്റ്റാഫിനാണെങ്കിൽ ഈസിലി ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം ഇത് വെച്ചിട്ട് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. സോ അങ്ങനത്തെ രീതിയിലൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മളെ സമയം മെയിൻലി അതാണ്, ടൈമാണല്ലോ. ടൈം നല്ല രീതിയിൽ കുറഞ്ഞിട്ട് നല്ല ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട്.